വേദന തന്നെയായിരുന്നു, നടക്കാൻ പറ്റണ്ടായില്ല. അയക്ക് മുന്നേ ഞങ്ങൾ സെന്റ് ജെയിംസിൽ ഡോക്ടറെ കാണേണ്ടതായിരുന്നു. അപ്പൊ ആ ഡോക്ടർ നാളെ ബുക്കിംഗ് ആക്കാനാ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യുക. 2 പ്രാവശ്യം ആ ഡോക്ടറിനെ കണ്ടത്. അപ്പൊ ഞങ്ങൾ അടുത്തുള്ളൊരു ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ ഈ ഡോക്ടറെ അടുത്തൊന്ന് പോയി നോക്കാം, എന്നിട്ട് നിങ്ങൾ ഓപ്പറേഷത്തിന് തയ്യാറായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതായത് തൊട്ടയിലൊക്കത്തൊരു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടനായിട്ട് പറഞ്ഞതാണ് ഞങ്ങളോട് ഇവിടെ വന്ന് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഓപ്പറേഷത്തിന് തയ്യാറായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് ഇവിടെ വന്ന് നോക്കാം എന്ന് വിചാരിച്ചു വന്നു. വലിയ പ്രതീക്ഷയോട് കൂടിയല്ല ഞാൻ വന്നത്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞോടുകൂടി എനിക്ക് ഭയങ്കര ഒരു മാറ്റം വന്നു. ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഡോക്ടർ ഇപ്പൊ ഇത് ചെയ്ത് ഇങ്ങോട്ട് വിട്ടതിന് ശേഷം നല്ലൊരു ആശ്വാസം. വേദന എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് മാറില്ല. ഒരു തരി വേദനയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ അഞ്ചത്തിയാരെ കൈ പിടിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. കുഴപ്പമില്ല, ഒറ്റയ്ക്ക് കൈ വിട്ട് നടക്കാന്ന്. ഇതേപോലെ ഒന്നും എനിക്ക് ഇരിക്കാനോ അങ്ങനെ എനിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഇപ്പൊ ഹാപ്പി ആയി. മനസ്സിൽ ശരിയാവണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയായി കിട്ടി. ആ പ്രാർത്ഥന നിറവേറ്റി തന്നത് ദൈവം. അതന്നെ ഞാൻ അഞ്ചത്തിയാരോടും പറഞ്ഞത്. അനുഭവത്തിൽ നിന്ന് തന്നെ അസഖ്യമായ വേദനയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ കൈ പിടിച്ചായിരുന്നു ഞാൻ ബാത്റൂമിലൊക്കെ പോയായിരുന്നത്. ഈ കാല് കുത്തി, ഒരു കാല് മാത്രമേ കുത്താവൂന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയാണ് ഞാൻ ബാത്റൂമിൽ പോയത്. പക്ഷെ എനിക്ക് അത് പറ്റുണ്ടായില്ല. ആളെ തന്നെ പിടിച്ചിങ്ങനെ പോകാനായിട്ട്. ആൾക്കും ഇത്ര വണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അതിനോട് പറ്റുണ്ടായില്ല. ഈ അനുഭവം നല്ല അനുഭവമാണ്. ഇവിടെ ആർക്കും വേണമെങ്കിലും വരാം. ഇപ്പൊ എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണ ഹാപ്പി ആയിട്ട് വിടുമെന്ന്. മുട്ടുവേദന ഉള്ളവരോട് ഇവിടെ വന്ന് ആശ്വാസം കിട്ടും. മരുന്നുമേ അല്ലാണ്ട് മറ്റേ ഫിസിയോതെറാപ്പിയുമേ എല്ലാം ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് കണ്ടീഷനായി കിട്ടും. ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറയാ. വരുമ്പം ചേട്ടത്തിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറെ ദിവസങ്ങളായിട്ട്. പിന്നെ ഒരു വയ്യാത്തൊരു മോനുണ്ട്, അവന്റെ കാര്യം പോലും ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു ചേച്ചി. അപ്പൊ ഇങ്ങനെ കേട്ടറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല ചേച്ചി ഇതുപോലെ ഹാപ്പി ആയിട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടും അവിടുന്ന് വന്നിട്ടും ചേച്ചി വലിയ ഹാപ്പി അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചി നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടപ്പോൾ സന്തോഷമായി. ഇത്രയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സന്തോഷം തോന്നി. കാരണം ചേച്ചിയുടെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മോന് വയ്യ, അമ്മയ്ക്ക് വയ്യ. അപ്പൊ ചേച്ചി മാത്രമാണ് ആ വീടിന്റെ ഒരു ഇത്. അപ്പൊ ഇങ്ങനെ വയ്യാണ്ടായപ്പോ ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി ഇവിടെ വയ്യാണ്ടായി ഇനി എന്ത് ചെയ്യും അവരുടെ കാര്യത്തിൽ ഓർത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുമെന്ന് ഉറപ്പ് തരാണ് ഞങ്ങള് പറയണു. മുട്ടുവേദനയായിട്ട് വരുന്ന പേഷ്യൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആശ്വാസം, നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ എന്റെ ചേട്ടത്തിയുടെ തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം. ഹാപ്പി ആയി.